ആ ധ്യാനിക്കാൻ പ്രാപ്തി നൽകുന്ന തരത്തില് എന്തൊക്കെ യോഗ്യതകളാണ് നമ്മൾ നേടേണ്ടത് എന്ന രണ്ട് വിഷയങ്ങൾ. ഭഗവത് സ്വരൂപം എന്താണ്, ആ സ്വരൂപത്തെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ആ ധ്യാനിക്കുന്നതിന് എന്തൊക്കെയാണ് അടിസ്ഥാന യോഗ്യത, അതിന്റെ ഫലം എന്താണ്, ഈ വിഷയങ്ങളാണ് 95-ാമത്തെ ദശകത്തില് വർണ്ണിക്കുന്നത്. ഭട്ടതിരി കണ്ണടച്ചു. ഭഗവാൻ പറഞ്ഞു തന്നതായ ആ ഗീതോപദേശം അർജുനന് കൊടുത്തതുപോലെ അച്ഛൻ തനിക്ക് പറഞ്ഞു തന്നതായ തൽ സവിതുർവരേണ്യം ഭർഗ ദേവസ്യ, ഈശ്വരന്റെ ആ വരേണ്യമായ ശ്രേഷ്ഠമായ തേജസ്സിനെ കുറിച്ചിട്ട് ഒന്ന് സങ്കല്പിക്കാൻ തുടങ്ങി. നേരത്തെ ഇനി അവസാനം പറയണ്ട, അഗ്രേ എന്താ മുമ്പിൽ കാണുന്നുണ്ട്, ഏതാണ് ഒരു തേജസ്സിന്റെ പുഞ്ചമായിട്ട്, ഒരു തേജസ്സിന്റെ ഒരു മൂർത്തമായ സ്വരൂപമായിട്ട് ശ്രീകോവിലിൽ ഇനി ഭട്ടതിരി കാണാൻ പോകുന്നുണ്ട്. ഈ ലോകത്തില് ഈ ജ്യോതിയെ മനസ്സിലാക്കാൻ പാകത്തിന് ഭഗവാൻ 3 മണ്ഡലങ്ങള് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് സൂര്യമണ്ഡലം, ഒന്ന് സോമമണ്ഡലം, ഒന്ന് അഗ്നിമണ്ഡലം എന്നിങ്ങനെ. സൂര്യ സോമാഗ്നീൻ ഉത്തരോത്തരം എന്നിങ്ങനെ വർണ്ണിക്കുന്നുണ്ട് അവിടെ ആ താന്ത്രികമായിട്ടുള്ള വിധിചര്യയില്. അപ്പൊ സൂര്യനെ കണ്ടാലും ചന്ദ്രനെ കണ്ടാലും അഗ്നിയെ കണ്ടാലും ഈ ഈശ്വര അവബോധം ഉറപ്പിക്കണം എന്ന് നല്ലോണം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പൂജ കഴിക്കുകയാണെങ്കിൽ അവിടെ ഈ പീഠം എന്നുള്ള രീതിയിൽ സങ്കല്പിക്കുന്നത് ഈ സോമപീഠം, അതേപോലെ ആദിത്യപീഠം, അതേപോലെ അഗ്നിപീഠം എന്നുള്ളതാണ്. ആ പീഠത്തിൽ ഇരുത്തിയിട്ടാണ് ഭഗവാനെ പൂജ ചെയ്യണത്. അപ്പൊ ശ്രീലാകത്ത് പീഠം കാണുമ്പോ സൂര്യ സോമാഗ്നീനുത്തരോത്തരം എന്നിങ്ങനെയുള്ളതായ ആ ഉപദേശത്തെ വേണ്ട രീതിയിൽ ഭട്ടതിരിപ്പാടിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല തോന്നുന്നു. പോരാ, സൂര്യാത് ഭവന്തി ഭൂതാനി, സൂര്യനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, പ്രപഞ്ചം ലയിച്ചു ചേരുന്നത് എന്നിങ്ങനെ ആ സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവ് എന്ന അർത്ഥത്തില് ഉപനിഷത്തുകളെ ധാരാളം വർണ്ണിക്കുന്നുണ്ട്. ഛാന്തോഗ്യോപനിഷത്തിലാണ് തോന്നുന്നുണ്ട് ഈ ശരീരത്തിലെ ഓരോരോ ഇന്ദ്രിയങ്ങളൊക്കെ കൂടിയിട്ട് പ്രജാപതിയുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഞാനാണ് കേമൻ, ഞാനാണ് കേമൻ, എന്നെയാണ് എല്ലാവരും പൂജിക്കേണ്ടത്. ഓ ഈശ്വരൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഈ ശരീരത്തിലാണല്ലോ നിങ്ങളൊക്കെ നിൽക്കണത്, ഈ ശരീരത്തിൽ നിന്ന് ഏതംഗം വിട്ടുപോയാൽ ആണോ ശരീരം നിശ്ചേഷ്ടമായിട്ട് മാറുന്നത്, ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ കണ്ടാവുന്നത്, ആ അംഗത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് കണക്കാക്കാം. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അംഗം ഏതാണോ അതിനെ പ്രധാനമായിട്ട് കണക്കാക്കാം. ഓ ശരി, എന്നാ ഞാൻ നിങ്ങളുടെ പോട്ടെ. ആരാ? കണ്ണു പറഞ്ഞു. ഓ പൊക്കോളാൻ പറഞ്ഞു. കണ്ണു പോയി 1 കൊല്ലക്കാലം ശരീരത്തിൽ നിന്ന് വേറിട്ട് നിന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? നീ പോയതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, കേൾക്കാനും അതേപോലെ സങ്കല്പിക്കാനൊന്നും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പൊ നീ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ, ഈ ശരീരം അവിടെ ബാക്കി ഉണ്ടാവും. അപ്പൊ കണ്ണ് പോയി. നീ കാത് പോയി വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, കേൾക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തി. അപ്പൊ കാതും വലിയ പ്രമാണമായിട്ടുള്ള സാധനമല്ല, പ്രാധാന്യമുള്ള സാധനമല്ല എന്ന് മനസ്സിലായി. മനസ്സ് പോയി, സങ്കല്പിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഈ ജീവിതം എങ്ങനെ സുഖമായിട്ടൊക്കെ നടന്നു. അവസാനം ഇതെല്ലാം പോയി, വീര്യം, തേജസ് അതിൽ നിന്ന് പുറത്തേക്ക് പോയി. ജഡനെ പോലെ എങ്ങനെ ഇരുന്നാലും അല്ലെ, ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ജീവൻ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അവസാനം പ്രാണൻ പോവാൻ പുറപ്പെട്ടപ്പോ ശരീരം നിശ്ചേഷ്ടമായിട്ട് മാറും. അപ്പൊ പറഞ്ഞു, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും വീര്യമൊക്കെ കൂടിയിട്ട് അയ്യോ പ്രാണനെ പോവല്ലേ പോവല്ലേ പോവല്ലേ, നീയാണ് ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തിനാ ഈ കഥ പറഞ്ഞാൽ പ്രാണൻ തന്നെയാണ് മനസ്സ്. ആ മനസ്സിനെ അടക്കാൻ പഠിക്കണം. ആ അടക്കലാണ് യോഗം. യോഗ
ചിത്തവൃത്തി നിരോധ. മനസ്സിനെ അടക്കാനുള്ള മാതൃകയാണ് ഈ പറഞ്ഞതായ ഗായത്രി ഉപദേശത്തിലൂടെയാണെങ്കിലും ധ്യാന യോഗത്തിലൂടെയാണെങ്കിലും കർമ്മയോഗത്തിലൂടെയാണെങ്കിലും എല്ലാം പറഞ്ഞു തരുന്നത് ഈ മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യാതൊന്ന് കാണുന്നു, കേൾക്കുന്നു, ഇതെല്ലാം തന്നെ ഈ ഈശ്വര സ്വരൂപമായിട്ട് മനസ്സിലാക്കാൻ പാകത്തിന് എപ്പോഴാണോ നമ്മൾ പര്യാപ്തമാകുന്നത് അവിടെയാണ് നമ്മുടെ ഉപാസന ഉറയ്ക്കുന്നത്, അവിടെയാണ് ഭക്തി അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ നാമം ജപിക്കുന്നുണ്ട്, നാമം ജപിച്ചിട്ട് അതിന്റെ രസം ആസ്വദിക്കുന്നുണ്ടോ ചോദിച്ചാൽ കുറേശ്ശൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ആ നാമത്തിന് ഒരു സ്വരൂപമുണ്ട്, ഒരു അർത്ഥമുണ്ട്. ഈ അവബോധം നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? വിശ്വം വിഷ്ണു വഷൽക്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു എന്നിങ്ങനെ ജപിക്കുന്നുണ്ട് എന്നല്ലാണ്ട് വിഷ്ണു സഹസ്രനാമാണല്ലേ, അതെ, എന്താ ഇല്ല പറയണേ, ഇത്രയ്ക്കുള്ളൂ. അപ്പൊ ഈ സഹസ്രനാമത്തിൽ പറഞ്ഞ ആ വാക്കുകൾക്ക് തജ്ജപ തദർത്ഥഭാവനം എന്നാണ് ആ യോഗസൂത്രത്തിൽ പറയണത്. ഓങ്കാരം ജപിക്കണം, ആ ഓങ്കാരത്തിന്റെ അർത്ഥത്തെ ഭാവന ചെയ്യാൻ സാധിക്കണം. ആ ഓങ്കാരത്തിലൂടെ അകാരം, ഉകാരം, മകാരം, നാദം, ബിന്ദു, ശക്തി, കല തുടങ്ങിയിട്ട് ഓങ്കാരത്തിന്റെ വിവിധ ഘടകങ്ങളെ കുറിച്ചിട്ടെല്ലാം വർണ്ണിക്കുന്നുണ്ട്. ആ ഉ മ. പണ്ടൊരാൾ ചോദിച്ചു, അകാരം പ്ലസ് ഉകാരം ഈക്വൽ ടു ഓകാരം. അപ്പോ പ്ലസ് മകാരം ആ ഉ മ, ഓ ഓമാന്നല്ലേ വരുന്നുള്ളൂ, ഇങ്ങനെയാ വരിക. അപ്പോ ഇങ്ങനെ ഈ എഴുതുന്നതും ഓന്ന് ഇങ്ങനെ എഴുതുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ആ ഓങ്കാര ഏവേദം സർവം, ഉപനിഷത്ത് പറയുന്നു ഓങ്കാരാണ് ഈ കാണുന്നത് മുഴുവൻ. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സകലതും എന്താണ്? ഈ ഓങ്കാരം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓങ്കാരത്തെ ബോധിപ്പിക്കാൻ വേണ്ടി യജുർവേദത്തിലുള്ളതായ ഒരു യോഗോപനിഷത്ത് എന്ന് പറയുന്ന ഒരു അതിൽ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ സർവ കാരണമായിരിക്കുന്ന, സർവജ്ഞനായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന ആ ചൈതന്യത്തിന് ഒരു പേര് കൊടുത്തു, ബ്രഹ്മം എന്നുള്ള രീതിയിൽ പേര് കൊടുത്തു. അപ്പൊ ആ ബ്രഹ്മത്തെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? യുഞ്ജാന പ്രഥമം മന തത്വായ സവിതാധിയ അഗ്നേർ ജ്യോതിർനിജായ പൃഥിവ്യാ അധ്യാഭരത എന്നുള്ളതായ യജുർവേദത്തിലെ ആ സൂക്തം. ഇത് തന്നെയാണ് 95ാമത്തെ ദശകത്തില് എടുത്തു പറയണത്. ഇവിടെ പറയണു യുഞ്ജാന പ്രഥമം മന തത്വായ സവിതാധിയ അഗ്നേർ ജ്യോതിർനിജായ പൃഥിവ്യാ അധ്യാഭരത. സവിത തത്വായ പ്രഥമം മനഃ ധിയ യുഞ്ജാന. അപ്പൊ ആദ്യം എന്ത് വേണം? യോഗത്തിന് വേണ്ടിയിട്ടാ പറയണത്. യോഗത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ സ്വരൂപം എന്താണ്? യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തത്തിന്റെ വൃത്തികളെ മുഴുവനും, ചിത്തം എങ്ങനെയൊക്കെ പരിണമിക്കുന്നുണ്ടോ അതിനെ മുഴുവനും മാറ്റം പിടിച്ചു നിർത്തണം. അപ്പോഴാണ് പറയണത്, എന്താ പറഞ്ഞില്ലേ, ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവത് ദൃഢം. അതെ, ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ പിടിച്ചടക്കാൻ പറ്റുന്ന സാധനമൊന്നല്ല. ശരിയാണ്, അത്ര എളുപ്പത്തിൽ പറ്റണതല്ല. പക്ഷെ അഭ്യസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അഭ്യാസ വൈരാഗ്യാഭ്യാം തം നിരോധ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും പിടിച്ചെടുക്കാൻ സാധിക്കണം. ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത്. സ്വതവേ ഉള്ളതായ ഒരു യോഗമുണ്ട്,
അതിനെയാണ് യുക്തയോഗം എന്ന് പറയുക. ഇനി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു യോഗം ഉണ്ട്, അതിനെയാണ് യുഞ്ജാന യോഗം എന്ന് പറയേണ്ടത്. ഒരു പ്രയത്നം കൊണ്ട് സാധിപ്പിക്കേണ്ടത്. കാരണം സ്വതവേ പറ്റണില്ല, അപ്പൊ പിന്നെ എന്ത് വേണം? പ്രയത്നം കൊണ്ട് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ഇതാ ആ യോഗ സ്വരൂപത്തെയാണ് ഗായത്രിയിലൂടെ ഇവിടെ പറഞ്ഞു തരണത്. അത് തന്നെയാണ് ഇവിടെ യോഗമായിട്ട് പറഞ്ഞു തരണത്. എന്തിനു വേണ്ടിയിട്ടാ ഈ യോഗം ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു അഗ്നേർ ജ്യോതിർനിജായ, അഗ്നി ആ ജ്യോതിയിലേക്ക് യോജിപ്പിച്ചിട്ട് കൊണ്ട് എന്താ ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാ ഈ യോഗം ചെയ്യണത് എന്ന് ചോദിച്ചാൽ തത്വം അറിയാൻ വേണ്ടിയിട്ട്. ജ്ഞാനം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ് എന്ന ബോധം ആർക്കാണോ ഈ ജീവിതത്തിൽ ഉറയ്ക്കുന്നത് അവനാണ് ജീവൻ മുക്തനായി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ജീവൻ മുക്തിയുടെ പദത്തിലേക്ക് എത്തിച്ചേരണച്ചാൽ എന്ത് വേണം? തത്വജ്ഞാനം ഉണ്ടാവണം. അതിന് യോഗത്തിൽ പറയണ ഒരു സാങ്കേതികമായ പദമുണ്ട്, ഋതംഭരാ ബുദ്ധി എന്നാണ് പറയുക. കുറച്ച് ആ ബുദ്ധി ഏത് പറയണത്? ഋതംഭരാ ബുദ്ധി എന്നുള്ളതാണ്. ഈ ഋതംഭരയായിട്ടുള്ള ബുദ്ധിയാണോ ഉണ്ടാവേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെയും അപ്പുറത്തേക്ക് എത്തിച്ചേരും. കേട്ടത്, കണ്ടത്, ചിന്തിച്ചത്, അറിഞ്ഞത്, ഇതിന്റെ എല്ലാം അപ്പുറത്തേക്ക് അവിടെ പാതഞ്ജല യോഗസൂത്രത്തിൽ പറയുന്നുണ്ട് അന്യ വിഷയ. ഇതെല്ലാം കേട്ടതും അതേപോലെ പ്രത്യക്ഷത്തിലൂടെ ഉണ്ടാകുന്നതും അനുമാനത്തിലൂടെ ഉണ്ടാകുന്നതും ജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്നതും ആയ ആ അറിവ് അന്യവിഷയ, മറ്റു വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. ഇവിടെ ഇതിന്റെ താല്പര്യം അതല്ല, പിന്നെന്താണ്? വിശേഷാർത്ഥത്വാത്. ഇതിന്റെ താല്പര്യം വിശിഷ്ടമായ മറ്റൊന്നാണ് എന്ന് ചിന്തിക്കണം. കണ്ണ് കാണാനുള്ളതാണ്, വേണ്ടത് കാണാനുള്ളതാണ്, വേണ്ടാത്തത് കാണാതിരിക്കാനുള്ളതാണ്. ആ വിവേകം ഉണ്ടാവുക. കാത് കേൾക്കാനുള്ളതാണ്, വേണ്ടാത്തത് കേൾക്കാണ്ടിരിക്കാനുള്ളതാണ്. ഈ വിവേകം ഉണ്ടാവുക. അപ്പൊ ഇതേ രീതിയിൽ ഈ വിവേകത്തിലൂടെ എത്തിച്ചേരേണ്ടതായ ഒരു ലക്ഷ്യമുണ്ട്. അതിനെയാണ് അന്യവിഷയം. അതായത് ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതും എന്നാൽ ഇതല്ലാത്തതുമായ ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. കോണിപ്പടി എന്തിനു വേണ്ടിയിട്ടാണ്? മാളിക മുകളിലേക്ക് ഏറാൻ വേണ്ടിയിട്ടാണ്. മാളിക എത്തിയാൽ പിന്നെ ഈ കോണിപ്പടിയുടെ ആവശ്യമില്ല. ഇതേപോലെ ഈ അറിവിന്റെ സാധനകൾ മുഴുവനും ആ അറിവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ആ പരമാത്മാവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് അവിടെ ഫലമായിട്ട് പറയുന്നത് അഗ്നേഹേ ജ്യോതിർ നിചായ. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ഈ നേരത്തെ പറഞ്ഞല്ലോ 3 മണ്ഡലങ്ങള്, സൂര്യ, സോമ, അഗ്നീൻ, ഉത്തരോത്തരം. കർമ്മമണ്ഡലമാണ് അഗ്നി എന്ന് പറയുന്നത്. മനസ്സിന്റെ മണ്ഡലമാണ് ഏത്? ചന്ദ്രൻ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്ത് സൂര്യമണ്ഡലം എന്ന് പറയുന്നത് ആ ജ്ഞാനമണ്ഡലമാണ്. അപ്പൊ കർമ്മത്തിലൂടെ ആ കർമ്മത്തിലേക്ക് മനസ്സിനെ അടക്കി നിർത്തി ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ കർമ്മയോഗത്തിലൂടെ അവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൂജയിലൂടെ അവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഈശ്വരനിലേക്ക് ലയം എങ്ങനെ ഉണ്ടാവണം? പ്രയത്നം കൊണ്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ആ ധ്യാനയോഗത്തെ കുറിച്ച് ശങ്ക ഒരിക്കലും ഉണ്ടാവരുത്. ഭക്തി ഉണ്ടാവണം, ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ആ ഭക്തി നീ പറയുന്നു എന്താണ്? ശങ്കര ആചാര്യസ്വാമികൾ പറഞ്ഞു സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. അവനവന്റെ സ്വരൂപം എന്താണ് എന്ന് അനുസന്ധാനം ചെയ്യുക. അതിനെക്കുറിച്ച് ഓർത്ത് ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക. ഭഗവാന്റെ കഥ പറയുമ്പോ എന്താണ്? തൻ്റെ ആ കാലിന്റെ പെരുവിരല് കായുകൊണ്ട് പൊക്കി കൊണ്ടുവന്ന് 2 ചുണ്ടുകളുടെയും ഇടയിൽ വെച്ച ഈമ്പി കുടിക്കുന്ന ഒരു ആലിലക്കണ്ണന്റെ രൂപത്തെ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ആലിലത്തോണിയിൽ
കൽപ്പകാല പ്രളയവാരിയിൽ ആ ഓളം തുള്ളുന്ന ആ സമയത്ത് തന്റെ ചുണ്ടുകൾക്കിടയിൽ വച്ച ഈ വിരലി ഈമ്പി ഈമ്പി സ്വസ്വരൂപ അനുസന്ധാനം എന്നുള്ളതായ ജ്ഞാനത്തിന്റെ മാർഗം ഉപദേശിച്ചു നിൽക്കുന്ന നാവാമുകുന്ദനെ ഭാഗവതവും അതേപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളും ഇവിടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോ നമുക്ക് ഈ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. എന്തേ കാരണം? നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും മനസ്സിനും എല്ലാം ഒരു പരിമിതിയുണ്ട്. അപരിമിതമായ ചൈതന്യം അത് ഈശ്വരൻ, പരിമിതമായ ചൈതന്യമുള്ളവരാണ് നമ്മൾ. അപ്പോ ശിഷ്യൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവണ്ടേ, മനസ്സിലാവണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ചിന്തിക്കാം. അപ്പൊ പറഞ്ഞു, മരം എന്ന രീതിയിൽ വ്യഷ്ടി, വനം എന്ന രീതിയിൽ സമഷ്ടി, ജലബിന്ദു എന്ന രീതിയിൽ വ്യഷ്ടി, ജലാശയം എന്ന രീതിയിൽ സമഷ്ടി. എന്താ ഈ വ്യഷ്ടി, എന്താ ഈ സമഷ്ടി? കാരണം ഏകമേവ സത്യം, ഒരേ ഒരു കാരണം. ആ കാരണമാണ് പലതായിട്ട് മാറുന്നത്. മൃദേവ സത്യം, സുവർണമിത്യേവ സത്യം, കാർഷ്ണായസമിത്യേവ സത്യം. ആ കാരണമാണ് സത്യമായിട്ടുള്ളത്. ആ കാരണത്തിൽ നിന്ന് വേറിട്ട കാര്യമായി തോന്നുന്നതെല്ലാം എന്താണ്? ഈ കാരണം തന്നെയാണ്. അപ്പൊ സമഷ്ടിയായിട്ട് പലതായിട്ട് ഇവിടെ ഓരോരോ വ്യഷ്ടികളും കൂടി ചേരുമ്പോഴാണ് സമഷ്ടിയാവുന്നത്. അപ്പൊ ആ വ്യഷ്ടികളായിട്ട് പലതായിട്ട് അനുഭവപ്പെട്ടതെല്ലാം ആ സമഷ്ടിയായ ഒരേ ഒരു ചൈതന്യത്തിന്റെ രൂപമാണ്. മനസ്സിലായോ? മനസ്സിലായില്ല. അടുത്ത ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ്? മിഠായി. ജോസഫേട്ടന്റെ കടയില് ചെന്നു, കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. എന്താ വേണ്ടേ? എനിക്ക് ഇന്ന മിഠായി മതി. നീല നിറത്തിലുള്ളതാ, പച്ച നിറത്തിലുള്ളതാ, ചുമപ്പ് നിറത്തിലുള്ളതാ, അങ്ങനെയുള്ള അനവധി മിഠായികളെ ഒരു പെട്ടിയിൽ അടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞോണ്ട്, നിനക്ക് ഏതാ വേണ്ടേ? എനിക്ക് മഞ്ഞ. എനിക്ക് ചുമപ്പ്. ഓരോരുത്തർക്കും എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തിന്നാറായിട്ടില്ല. ഇതൊക്കെ എവിടെയാ ഉണ്ടായിരുന്നേ? ഈ പെട്ടിയിലാ ഉണ്ടായിരുന്നേ. ഇപ്പൊ ഓരോന്നായിട്ട് കിട്ടി. ഇതന്നെയാണ് വ്യഷ്ടി 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 എന്ന് പറയുന്നത്. ഈ പാത്രം ഉണ്ടല്ലോ, ഇതിനെല്ലാം ഉൾക്കൊണ്ടിരുന്ന പാത്രം, അതിനെയാണ് സമഷ്ടി എന്ന് പറയുന്നത്. അതാണ് ഈശ്വരൻ. അപ്പൊ ആ ഈശ്വരന്റെ ഉള്ളിൽ തന്നെ കാണപ്പെട്ടതായ ചെറിയ ചെറിയ ഈ രൂപങ്ങളാണ് ജീവൻ എന്ന രീതിയിൽ വേറിട്ട് വേറിട്ട് നിൽക്കുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ജീവാത്മാവും പരമാത്മാവും വേറെയല്ല, പിന്നെയോ ഒന്ന് തന്നെയാണ്. എന്താണ്? കായഭേദമുണ്ടെങ്കിലും രണ്ടല്ലാവാമൂഭോ, ജീവൻ പോയാലും ഇരിക്കുമ്പോഴും എന്നറിഞ്ഞാലും എന്ന് സുദാമാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ പറയുണ്ടായിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ശരീരം കൊണ്ടുള്ള ഭേദം ഉണ്ടെങ്കിലും ആത്മഭാവത്തില്, പ്രാണഭാവത്തില്, ജീവഭാവത്തില് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ആ ഉണ്ടായത്, നിലനിൽക്കുന്നത്, ലയിക്കുന്നത് എന്ന ആ ലോകക്രമത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഈ ഒരേ ഒരു ഈശ്വരനിൽ നിന്നുണ്ടായി, ആ ഈശ്വരനിൽ തന്നെ നിലനിന്ന് ആ ഈശ്വരനിലേക്ക് ലയിച്ചു ചേരുന്നു. അതിനെയാണ് ജന്മാദ്യസ്യ യഥാ എന്ന സൂത്രം കൊണ്ട് പറയുന്ന ആ ബ്രഹ്മസ്വരൂപം. ഈ ലോകം യാതൊരാളിൽ നിന്നാണോ ഉണ്ടായേ, യാതൊരാളിലാണോ നിലനിൽക്കണേ, യാതൊരാളിലേക്കാണോ ലയിച്ചു ചേരണേ, അതാണ് ആ ഈശ്വര തത്വം എന്നുള്ളത്. അപ്പൊ പലതായിട്ട് കാണുന്നത് മുഴുവനും ഒരേ ഒരു ചൈതന്യം തന്നെയാണ്. അതിന് ഭട്ടതിരിപ്പാട് താൻ പഠിച്ചതായ ആ ഗ്രന്ഥങ്ങളെ മുഴുവനും വേണ്ടും വണ്ണം ഒന്ന് ചിന്തിച്ച് ആദ്യത്തെ ശ്ലോകം പറയണു. ആദോഹൈരണ്യഗർഭീം തനും അവികല ജീവാത്മികാമാസ്ഥിതസ്ത്വം ജീവത്വം പ്രാപ്യ മായാഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനേ.
തത്രോദ്വൃദ്ധേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ചഹിത്വാ പുനരനുപഹിതോ വർത്തിതാഹേ ത്വമേവ. ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, മുളകം എരിയും എന്ന് പറഞ്ഞാൽ ഒന്ന് ഗുണാണ്, ഒന്ന് ഗുണിയാണ്. പഞ്ചസാരയ്ക്ക് മധുരം എന്ന ഗുണമുണ്ട്. ഇപ്പൊ ഗുണുണ്ട്, ഗുണത്തോട് കൂടി നിൽക്കുന്നത് ഗുണി. ഇങ്ങനെ വരുമ്പോ ഈ ഗുണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഗുണിയെ ആ ഈശ്വരനെ സങ്കല്പിക്കാൻ പറഞ്ഞ എങ്ങനെയാ? മുളക് തിന്നിട്ട് എരി വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരി മുളക് കടിച്ചോളൂ, എരിയരുത് എന്ന് പറഞ്ഞാൽ നടക്കുവോ? പഞ്ചസാര തിന്നോളൂ, മധുരിക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കുവോ? അപ്പൊ ഗുണവും ഗുണിയും തമ്മിൽ അഭേദ്യമായ ബന്ധത്തോട് കൂടിയിട്ടായിരിക്കണേ. ഇതെങ്ങനെയാ സാധിക്കുക? മനസ്സ് ആ വിഷയവുമായി കൂടി ചേരുമ്പോ ഈ ഗുണങ്ങൾ അനുഭവപ്പെടുന്നു. അവിടെ പറയാണ് ഈ ഗുണങ്ങള് മൂന്നുണ്ട്. ഒന്ന് രജോ ഗുണം, ഒന്ന് തമോ ഗുണം, ഒന്ന് സത്വ ഗുണം. ഇതെന്തിനാ ഈ മൂന്നെണ്ണം പറഞ്ഞേ? തമോ ഗുണത്തെ ഇല്ലാണ്ടിയാക്കണം. എന്തുകൊണ്ടാ? രജോ ഗുണം കൊണ്ട്, പ്രവൃത്തിയെ കൊണ്ട് തമോ ഗുണത്തെ ഇല്ലാണ്ടിയാക്കണം. ഇതിപ്പോ എത്രയായി സമയം? ചിച്ച വെച്ചേക്കണം, മനസ്സിലാവേണ്ടിയ അറിവില്ലായ ആ മൂടിക്കിടക്കുന്ന അവസ്ഥ ഏതാ? തമസ്. അപ്പൊ എന്തായി? ഞാൻ ഇതിനെ ഒന്ന് മലത്തി വെച്ചു, പ്രവൃത്തി. അതുകൊണ്ട് പ്രവൃത്തിയുടെ ഗുണമാണ് രജോ ഗുണം എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയെ കൊണ്ട് അറിവില്ലായ്മയെ ഇല്ലാണ്ടിയാക്കി. ഇപ്പൊ രജോ ഗുണം കൊണ്ട് എന്തിനെ ഇല്ലാണ്ടിയാക്കി? തമോ ഗുണത്തെ ഇല്ലാണ്ടിയാക്കി. രജോ ഗുണം അവിടെ കിടക്കുന്നു. രജോ ഗുണത്തെ എങ്ങനെയാ കളയേണ്ടത്? സത്വഗുണം കൊണ്ട് കളയണം. സത്വാൽ സംജായതേ ജ്ഞാനം. ആ ജ്ഞാനം ഉദിക്കുമ്പോ എന്തായി? ഈ കാണുന്നതൊന്നും താനല്ല എന്നുള്ളതായ ബോധമുണ്ടാവണു. അപ്പോ ഞാൻ എൻ്റെ എന്നുള്ള അഹങ്കാരത്തിന് കാരണമായി നിൽക്കുന്ന രജോ ഗുണത്തെ ഇല്ലാണ്ടിയാക്കാൻ പറ്റും. അപ്പോ ആ ക്രമേണ സത്വഗുണം ഉദിക്കുമ്പോ എന്തുണ്ടായി? രജോ ഗുണവും ഇല്ലാണ്ടി. ഇപ്പൊ ഏത് ഗുണ ബാക്കിയുള്ള? ഏതാ? സത്വഗുണം ബാക്കിയുണ്ട്. ഇവിടെ പറയാണ് തത്രോദ്വൃദ്ധേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ചഹിത്വാ. ആ സത്വഗുണത്തില് ഇതാ പരസ്പരം ഇതാ സത്വം ലഘു പ്രകാശകം. സത്വഗുണത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറയുമ്പോ അതിന്റെ സ്വരൂപം എന്താണ് ചോദിക്കുമ്പോ സത്വം ലഘുവായി തീരണം, ഭാരമില്ലാണ്ടി ആവണം. പ്രകാശകം, പ്രകാശം നൽകുന്നതാവണം. ഈ ലോകത്തിന് മുഴുവനും പ്രകാശം നൽകുന്നതാണ്, ജ്ഞാനം നൽകുന്നതാണ് ഏത്? ഈ സാത്വികമായ ഗുണം എന്നുള്ളത്. അപ്പൊ ആ സത്വഗുണത്തെ ക്രമേണ ഭക്തിയിലൂടെ ഇല്ലാണ്ടിയാക്കണം. ആ സത്വഗുണം രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഇല്ലാണ്ടിയാക്കും. അങ്ങനെ ക്രമേണ സത്വഗുണവും ഇല്ലാണ്ടിയാക്കിയിട്ട് അതെങ്ങനെയാണ്? സത്വത്തിൽ നിന്നാണ് രജോ ഗുണവും തമോ ഗുണവും ഉണ്ടാവണത്. അപ്പൊ കാരണമായ സത്വഗുണമാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സത്വവും ഈ ഗുണം എന്ന് പറയുന്നത് എന്താണ്? ആ ഗുണി തന്നെയാണ്, ഗുണിയുടെ ഒരു അംശം മാത്രമാണ് ഗുണം എന്ന് പറയുന്നത്, അല്ലെ? ഗുണത്തിന്റെ ഒരംശം മാത്രമാണ് ഗുണി എന്ന് പറയുന്നത്. അനവധി ഗുണങ്ങളുണ്ട്. അപ്പൊ ആ ഗുണത്തിൽ ഒന്ന് മാത്രമാണ് ഗുണം. ഗുണങ്ങൾ തന്നെയാണ് അവിടെ എടുത്ത് പറയണത്. എല്ലാവരും ചോദിക്കുമ്പോ പറയണ്ടേ എത്ര ഗുണമുണ്ട്? ഒരു ഗുണമുണ്ട്, രണ്ട് ഗുണമുണ്ട്, മൂന്ന് ഗുണമുണ്ട്. അതൊന്നല്ല, നല്ലോണമുണ്ട്. ഇനി നൈയായികന്മാര് പറഞ്ഞ പോലെ 24 ഗുണമുണ്ട്, അല്ല 22 ഉണ്ട്, 16 ഉണ്ട് എന്നൊക്കെ ഓരോരുത്തരും ഗുണങ്ങളെ കുറിച്ച് വെവ്വേറെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഹിരണ്യഗർഭൻ എന്നുള്ളതായ പേര് സ്വീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തില് പല പല ജീവഭാവത്തില് പ്രവർത്തിച്ചു തുടങ്ങിയതായ ആ ജീവനെ, അതേപോലെ എന്താ പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യ വിഹൃത വിദശാക്ഷി പൂരുഷ പഞ്ചവിംശ
ഇതി വിദിത വിഭാഗ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരിതിത്വം ദേവഭൂത്യൈന്യഗാദി എന്ന് കപില യോഗീശ്വരൻ പറഞ്ഞു കൊടുത്തതുപോലെ ഈ പ്രകൃതിയിൽ നിന്ന് മഹത്തത്വത്തിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ആ ഈശ്വരനിലേക്ക് ആ ഇതിന്റെ എല്ലാം സംഘാതമായിട്ട് ഇതിനെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന ശക്തിയായിട്ടും ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ശക്തിയുമായിട്ടുള്ള ആ ഈശ്വരനെ ഇതാ വേണ്ട രീതിയിൽ മനസ്സിലാക്കുമ്പോ എന്തായി ക്രമേണ ആ മനസ്സിൽ ഭക്തിഭാവം സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ അവനവൻ ആരാണ് എന്ന ബോധത്തിലേക്ക് ഒരു ഭക്തൻ ഉയരാൻ തുടങ്ങുന്നു. ഇവിടെയാണ് ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലക്ഷണം പറഞ്ഞു. വാഗ്ഗൽഗത ദ്രവതേയസ്യ ചിത്തം രുദത്യഭീക്ഷ്ണം ഹസതി ക്വചിച്ച വിരജ്ജ ഉൽഗായതി നൃത്യതേ ച മൽഭക്തിയുക്താ ഭുവനം പുനാദി. കണ്ണിൽ നിന്ന് കുടുകൂടെ ആ നാമം കേൾക്കുന്ന മാത്രയിൽ കണ്ണുനീര് വരുന്നുണ്ടായി എന്നുണ്ടെങ്കില്, ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവുന്നു എന്നുണ്ടെങ്കില്, വാക്കുകൾ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും പുറപ്പെടാതെ കണ്ട ഗൽഗതരുദ്ധകണ്ഠനായിട്ട് മാറുന്നു എന്നുണ്ടെങ്കില് അവന് ഭക്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ശരീരത്തിന്റെ ആ ഭാവമാറ്റങ്ങളിലൂടെ ഭക്തിയുടെ തത്വങ്ങള് ക്രമേണ 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 വർദ്ധിച്ചു വരുമ്പോ, പണ്ട് ഒരു കഥ പറയാറുണ്ട്. രാജാവ് ഒരു ഭാഗവതോത്തമനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു സപ്താഹമാവാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം ഈ സപ്താഹക്കാരൻ രാജാവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടാ പറയണേ, എന്നാ ഇവിടെ ഒരു സപ്താഹം ആയാലോ ഒന്നും. രാജാവ് പറഞ്ഞു, ഒന്നും കൂടി നോക്കിയിട്ട് വരും. അദ്ദേഹം കുറച്ചും കൂടി പ്രമാണം എടുത്ത് നോക്കി വന്നു, ഒന്നും കൂടി നോക്കിയിട്ട് വരൂ. ഇതിങ്ങനെ അവധി ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ആദ്യം 10 ദിവസം കൊണ്ട് വന്ന ആള് പിന്നെ 1 മാസമായി, 2 മാസമായി, 3 മാസമായി, ഇപ്പൊ 6 മാസമായിട്ടുണ്ട്. ഈ ഭാഗവതോത്തമനെ കാണാണ്ട് വന്നപ്പോ രാജാവ് അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ ഞാനിപ്പോ എന്താ പറയാ ഭാഗവതത്തിലെ ശ്ലോകം ഒരു വാക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവനും കാണാപ്പാടാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് ആദ്യത്തെ വാക്ക് ജന്മാദ്യസ്യ യഥ എന്ന ആ സൂത്രത്തിന്റെ അർത്ഥം ഞാനിങ്ങനെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി ചിന്തിക്കാൻ പറ്റുന്നില്ല. യുധിഷ്ഠിരൻ പറഞ്ഞില്ലേ, സത്യം ബ്രൂയാത് എന്നുള്ളതായ ആദ്യത്തെ പടി തന്നെ ഞാൻ കിടക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ അത് കാണാപ്പാടായി. പ്രിയം ബ്രൂയാൽ എന്നുള്ളതായ മറ്റു വിഷയങ്ങള് അതെല്ലാം മറ്റുള്ള കൗരവന്മാരും പാണ്ഡവരും പഠിച്ചപ്പോഴും ആദ്യത്തെ പടിയില് സത്യം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്. അപ്പൊ ഇതേ രീതിയിൽ ആ സാത്വികമായ ഭാവന ഉയർന്നു വന്ന് ഇതാ ഈ ഗുണങ്ങളിൽ നിന്ന് ഗുണിയെ എങ്ങനെ വേർതിരിക്കണം എന്ന് ചോദിച്ചാൽ ഈ ഗുണങ്ങളെല്ലാം ഒരു സങ്കല്പമാണെന്ന് ഭാവന ചെയ്യാം. വെള്ളവും അതേപോലെ അതിലേക്ക് ലേശം പാല് ഒഴിച്ചു, എന്നിട്ട് പറയാ പാല് കുടിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്കത് വേർതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഹംസത്തിന് നീരക്ഷീരേ ഗൃഹീത്വ വെള്ളമേത് എന്നും പാലേത് എന്നും വേർതിരിക്കാനുള്ള കഴിവ് ആ ഹംസത്തിനുണ്ട്. അതേപോലെയുള്ള ഹംസന്മാരായി മാറി ജ്ഞാനികളായി മാറി വേണ്ടതെന്ത് വേണ്ടാത്തതേത് എന്ന് വിവേകത്തോടു കൂടി മനസ്സിലാക്കി വേണ്ടാത്തതിനെ ഉപേക്ഷിച്ച് വേണ്ടതിനെ ഗുണങ്ങളെ ഉപേക്ഷിച്ച് ഗുണിയെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതായ ആ സൃഷ്ടിയുടെ വിശാലമായിട്ടുള്ള ഒരു വിവേകത്തെ കുറിച്ചിട്ട് ആദ്യം ഇതാ വർണ്ണിച്ചു കൊടുത്തു. അങ്ങനെ സത്വഗുണം വർദ്ധിച്ചു വരുമ്പോ എന്ത് സംഭവിക്കണോ? ജ്ഞാനം ഉണ്ടാവണു. ജ്ഞാനത്തിലൂടെ മുക്തി നേടാൻ സാധിക്കണം. ഇതാണ് സ്വാഭാവികമായിട്ട് പറയണത്. പക്ഷെ ഈ സാത്വിക ഗുണം എപ്പോഴൊക്കെ വർദ്ധിച്ചാലും കുറച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞ് ഇപ്പുറത്തെ ഈ രജോ ഗുണവും തമോ ഗുണവും എപ്പോഴാണ് മൂടേണ്ടത് എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. കത്തി ജ്വലിക്കുന്നതായ സൂര്യനെയും ചന്ദ്രനെയും രാഹു വന്ന് പിടിക്കുന്നത് പോലെ ഈ ജ്ഞാനത്തെ മൂടി നിൽക്കാൻ വേണ്ടിയിട്ട് രജോ ഗുണവും തമോ ഗുണവും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കൊക്കെ ഈ സത്വഗുണം ചിലപ്പോ നഷ്ടപ്പെടും. അപ്പോ ആ വിഷയങ്ങളിൽ നിന്ന് ചിലപ്പോ മനസ്സിനെ പിടിച്ചടക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് പറ്റാതെ കണ്ടുവരും. ഇപ്പൊ
അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാനിലേക്ക് പരിപൂർണമായ ലയം ഉണ്ടാക്കിയെടുക്കാൻ അതിന് ഭക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ആ ഭക്തി ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ രജോ ഗുണം ഉണ്ടെങ്കിലും തമോ ഗുണം ഉണ്ടെങ്കിലും അത് അങ്ങടേക്ക് പോവില്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാന്തത്തിന്റെ പിടി ശക്തി ഉണ്ടെങ്കിൽ അത് അപ്പുറത്ത് നിന്ന് വേറെ എന്ത് സാധനം വലിച്ചാലും ആ ഇരുമ്പ് കാന്തത്തെ വിട്ടു പോവാത്തത് പോലെ ഈശ്വരനെ ആശ്രയിച്ചതായ ഭക്തന്റെ ഹൃദയത്തിൽ ആ ഭഗവാൻ തെളിഞ്ഞു നിൽക്കുമ്പോ പിന്നെ കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളാകുന്ന വികാരങ്ങളൊന്നും തന്നെ അവരെ ഈശ്വരനിൽ നിന്ന് വ്യതിചലിപ്പിക്കില്ല. പറഞ്ഞില്ലേ, വേദവ്യാസൻ ഗീത എഴുതിയപ്പോ പറഞ്ഞു എന്താണ്? കാമം, ക്രോധം, ലോഭം ഇതെല്ലാം നരകത്തിലേക്കുള്ളതായ വഴികളാണ് എന്ന് പറഞ്ഞു. ഭാഗവത് എഴുതിയപ്പോ വേദവ്യാസനോട് ചോദിച്ചു, അപ്പൊ കാമം മോശമല്ലേ? ഈ കോപം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് വിഷയങ്ങളിലേക്കാണെങ്കിൽ മോശമാണ്, വിഷയിലേക്കാണെങ്കിൽ മോശമല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഗോപ്യകാമാദ ഭയാൽ കംസ ദ്വേഷാൽ ചൈത്യാദയോ നൃപാഹ സംബന്ധാൽ വൃഷ്ണയ സ്നേഹാദ്യൂയം ഭക്തിയാ വയം വിഭോ. ഒരു വികാരവും മോശമല്ല. കാമം എന്നുള്ള വികാരം കൃഷ്ണനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഗോപികമാര് ആനന്ദത്തിന്റെ പരാകാഷ്ഠയിലേക്ക് ഉയർന്നു എന്നുണ്ടെങ്കിൽ, പേടി എന്നുള്ള വികാരത്തിലൂടെ കംസൻ ഉയർന്നു എന്നുണ്ടെങ്കിൽ, വെറുപ്പ് എന്നുള്ള വികാരത്തിലൂടെ ചൈത്യന് ആ മുക്തിപഥത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ, ഈ ലോകത്തില് ഏത് വികാരമാണ് പൊട്ടയായിട്ടുള്ളത്? ഏതും ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ്. ഇത് മനസ്സിലാക്കുക. എപ്പോഴാണ്? ത്വയ്യേക ഭക്തി ശരണമിതി. ഈ വ്യത്യാസങ്ങളെ, സത്വം രജോ ഗുണം തമോ ഗുണം, ഈ വ്യത്യാസങ്ങൾ മുഴുവനും ഭക്തിയിലേക്ക് എത്തിച്ചേരുമ്പോ ഇല്ലാണ്ടിയാവുന്നു. സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ നദികൾക്ക് പേരുണ്ട്. സമുദ്രത്തിലേക്ക് ലയിച്ചു ചേർന്നാൽ പിന്നെ നദികൾക്ക് പേരില്ല, പിന്നെ ഒറ്റ പേരേ ഉള്ളൂ, സമുദ്രം. ഇതേപോലെ ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഇത് നല്ലത്, ഇത് ചീത്ത, ഇത് ഇടത്തരം, ഇത് നിർഗുണം, അല്ലെ? ഇതിന് ആ 24-ാമത്തെ അധ്യായത്തിൽ പറയേണ്ട ഈ ഗുണങ്ങളെ വെച്ച് പറയുമ്പോ ഇത് വളരെ നല്ലതാണ്, ഇത് കുഴപ്പമില്ലാത്തതാണ്, ഇത് കഴിച്ചുകൂട്ടാം, ഇത് മോശമായിട്ടുള്ളതാണ്, ഇത് നിർഗുണം, ഒരു ഗുണമില്ലാത്തതാണ്. ഇങ്ങനെ വസ്തുക്കളെ ഈ വേർതിരിക്കുന്നത് ഈ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ ഗുണങ്ങളുടെയും അപ്പുറത്തേക്ക് ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒന്നാണ് എന്ന് ഭാവന ചെയ്യുമ്പോ യഥാ തുര്യേ ത്വയ്യേക ഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപീ ന്യഗതീത. അകാരം, ഉകാരം, മകാരം, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. ഇതിന്റെ അപ്പുറത്ത് ഒരു നാലാമത്തെ ഒരു സാക്ഷിയായി, ഈ മൂന്നിന്റെയും സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെയാണ് എന്ത് പറയണത്? തുരീയൻ എന്ന് പറയണത്. ആ തുരീയ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരാൻ ഇതാ പറഞ്ഞു തരണു, തുര്യേ ത്വയ്യേക ഭക്തി ശരണം. ആ തുരീയാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ എന്തു വേണം? ആ ഭക്തി തന്നെയാണ് വേണ്ടത് എന്ന് ഇതാ ആ ഭക്തിയുടെ മഹത്വം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഇതാ വർണ്ണിച്ചു കേൾപ്പിക്കുന്നു. അപ്പൊ ചോദിച്ചു, ഇങ്ങനെ സത്വ രജോ ഗുണ തമോ ഗുണങ്ങളെ ഇല്ലാതെ കണ്ടാക്കാൻ ഭക്തി കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ ആ ഭക്തി എങ്ങനെയാണ് ഉണ്ടാവുക? ആ ആനന്ദത്തെ എങ്ങനെയാണ് അനുഭവിക്കാൻ സാധിക്കുക? അപ്പൊ അതിനെ സന്ധിശ്രേയാംസി ഭൂയാംസി അഭി രുചിഭിതയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്ത ബഹുവിധ ഗതയാ കൃഷ്ണതേഭ്യോ ഭവേയോ. അനവധി മാർഗങ്ങള് ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു. സന്ധിശ്രേയാംസി ഭൂയാംസി. ശ്രേയസ്സാധനങ്ങളായിട്ട് ശ്രേയസ്സിനെ നമുക്ക് പകർന്നു നൽകുന്നതായ അനവധി മാർഗങ്ങള്
സാധനകള് ഇവിടെ കർമ്മികള് കർമ്മം കൊണ്ട് ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കുറെ മാർഗങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം ക്ഷുദ്രാനന്ദാശ്ച സാന്താഹ, ഇതൊക്കെ ലേശം ലേശം ആനന്ദത്തെ പകർന്നു നൽകണതാണ്. ഇത് കുറച്ചു കഴിഞ്ഞാൽ ഇല്ലേണ്ടിയാവണതുമാണ്. അപ്പൊ ഇങ്ങനെ നശിക്കുന്നതായ ആ ആനന്ദത്തിന്റെ പുറകെ ആണോ പോവേണ്ടത്? നശിക്കാത്തതായ ച്യുതിയില്ലാത്തതായ ആ അച്യുതന്റെ പാതാരബിന്ദത്തില് ഉള്ളതായ ഭക്തിയിലേക്കാണോ എത്തിച്ചേരേണ്ടത്? അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഭക്തിയുടെ മഹത്വം, ആ ഗുരുവായൂരപ്പന്റെ ഭക്തിക്ക് തത്തുല്യമായ മഹത്വം മറ്റൊന്നിനുമില്ല. ഓരോരുത്തരും ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറയണ്ടാവും. എന്താണ്? ധർമ്മമാണ് നല്ലത്. ധർമ്മമാർഗത്തെ അവലംബിച്ചു കഴിഞ്ഞാൽ അതിൽ പരം മറ്റൊന്നുമില്ല. ആ മാർഗം ധർമ്മമാണ് ഏറ്റവും വലിയ പുരുഷാർത്ഥം. ചിലവര് പറയണു അർത്ഥമാണ്, പണത്തിന്റെ മുകളിൽ എന്താ പരുന്തും പറക്കില്ല എന്ന് പറയാറുണ്ട്. ഇപ്പൊ ജീവിതത്തിലെ ദാരിദ്ര്യം, ആ ദാരിദ്ര്യം ഇല്ലാണ്ടിയാക്കുക, അതാണ് ജീവിതത്തിന്റെ ധർമ്മം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞ അർത്ഥം എന്നുള്ളതാണ്. ചിലർ യജ്ഞമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയണു, ചിലവര് തപസ്സാണ് എന്ന് പറയണു, ചിലവര് ദാനമാണ്, വ്രതങ്ങളാണ്, ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഭക്തി മാത്രമാണ്. ഇതാണ് ഭട്ടതിരിപ്പാട് അവിടെ നാരായണീയത്തില് ഉറപ്പിക്കണത്. അപ്പോ ആ ഭക്തി കൊണ്ടുണ്ടാകുന്ന മഹിമയെ കുറിച്ച് എല്ലാം പറഞ്ഞു. എന്താണ്? കേട്ട് കഴിഞ്ഞാൽ, ആ കഥകളിൽ മുഴുകിക്കഴിഞ്ഞാൽ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ക്വചിദ്രുതന്ത്യച്യുത ചിന്തയാ ക്വചിത് ഖസന്തി നന്ദന്തി വദന്ത്യലൗകിക നൃത്യന്തി ഗായന്ത്യനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണീം പരമേത്യ നിർവൃതാഹ. ആനന്ദ നിർവൃതിയില എല്ലാം മറന്നുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ അനുഭവിച്ചുകൊണ്ട് പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. പാതാലയേശന്റെ പൊന്നു തിരുമേനി പാദാദികേശാന്തം ചിന്ത ചെയ്ത് പാടും ഞാൻ നാമം, നേടും ഞാൻ നിത്യാനന്ദം. പണ്ട് ഒരു കവി പാടിയതുപോലെ ഓടക്കുഴൽ വിളി കേൾക്കുന്നു ദൂരവേ, കോലാഹലത്താൽ മുഖരിതം ഗോകുലം, ഓടിപ്പരക്കുന്നു പൈക്കൂട്ടിലാരവം, കാലിക്കിടങ്ങൾ മണത്തറിഞ്ഞമ്മയോ, ഓടിയടുപ്പതിൻ മുന്നോടി ഇപ്പൊടി പൈക്കുളമ്പൊച്ചയും ഹമ്മാരവങ്ങളും, പൈക്കൾക്കു പിമ്പിലായി കൂട്ടർക്കു മുമ്പിലായി നിൽക്കുന്ന കണ്ണനെ ഒന്നു കാണട്ടെ ഞാൻ. ആ പൈക്കളെ മേച്ചിട്ട് വരുന്ന ആ ഉണ്ണിക്കണ്ണനെ ഇതാ നോക്കിക്കാണ്. പൈക്കൾക്കു പിമ്പിലായി, പൈക്കുട്ടികൾക്ക് പുറകില്, എന്നാ കൂട്ടുകാർക്ക് മുമ്പിലായി നിൽക്കുന്ന ആ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും ആനന്ദിപ്പിച്ചുകൊണ്ട് വരുന്ന ആ ഉണ്ണികൃഷ്ണന്റെ ചിത്രം ഓടക്കുഴൽ വിളിച്ചീടും. ആ വരുന്ന സമയത്ത് ഗോപന്മാരുടെ ചിത്രം വരയ്ക്കുകയാണ്. ഓടക്കുഴൽ വിളിച്ചീടും ചിലർ കൊമ്പുകളൂതിടും. ചിലവര് ഈ പശുവിന്റെ ആ കൊമ്പൊക്കെ എടുത്തിട്ട് അതിന്നും കൂടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാ ഈ ഗോപന്മാരുടെ കളികള് വിസ്തരിച്ച് വർണ്ണിച്ചത് എന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതിയിലെ കാണുന്ന എല്ലാ വസ്തുക്കളെയും തന്റെ കൂട്ടുകാരെ ആക്കിക്കൊണ്ടാണ് ശ്രീകൃഷ്ണ അവതാരത്തിന്റെ ലീലകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഏതോ ഒരു കവി പാടുന്നുണ്ട്, വണ്ടിന്റെ ഒപ്പം മൂളിയിടും കുയിലെന്നൊത്തു പാടിടും, ഞാൻ ആദ്യം തൊട്ടിടും എന്നോടി തൊട്ടു കളിച്ചിടും, പക്ഷിതൻ നിഴലത്തോടും ഹംസത്തിൻ നടയാർന്നിടും, കൊറ്റിക്കടുത്തിരുന്നീടും മയിലിനൊപ്പമാടിടും, കുരങ്ങിൻ വാൽ പിടിച്ചിടും, പാരം കൊമ്പത്തു ചാടും തവളകൾക്കൊപ്പം നീരിൽ ചെന്നൂളിയിട്ടിടും,
നിഴൽ കണ്ട അതിനോടെന്തോ കാട്ടി ചിരിക്കുന്ന ചിത്രം. ഇങ്ങനെ നോക്കുമ്പോ എത്രയോ 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 ലീലകളാ. ആ ഗുരുവായൂരപ്പന്റെ അനുഭവം സ്വാദ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സന്ധിശ്രേയാംസി മറ്റുള്ള എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ച ആ ഭക്തി എന്നുള്ളതായ തുരീയമായ ആനന്ദത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ ഒരേ ഒരു വികാരത്തിനെ കൂടുതൽ സാധിക്കുള്ളൂ. അതാണ് ഏറ്റവും ലളിതമായുള്ളത്, അതാണ് ഏറ്റവും ദുർഗ്രാഹ്യമായിട്ടുള്ളത്. സുലഭതയാ ഹസ്തലബ്ധേ, അല്ലെ? സുലഭമായിട്ട് കിട്ടിയിട്ടും ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ. ഗുരുവായൂരപ്പനെ കാണാൻ ചെന്നു, നടക്കിലെത്തിയപ്പോഴേക്കും കണ്ണടച്ചു. ഇതേപോലെ സുലഭതയാ ഹസ്തലബ്ധേ. ഈ രീതിയിൽ ജീവിതത്തിന്റെ സ്വാദ് തിരിച്ചറിയാതെ കണ്ടിരിക്കുമ്പോ അവിടെയാണ് ആ ഭക്തിയുടെ മഹത്വം ഇതാ പതുക്കെ പതുക്കെ സജ്ജനങ്ങള് കഥകളിലൂടെ കാര്യങ്ങളിലൂടെ എല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഹൃദയത്തിന് ആർദ്രതയുണ്ടാകുന്നു, കണ്ണിൽ നിന്ന് കുടുകൂടെ ഇതാ കണ്ണുനീര് വരുന്നു, ശരീരത്തില് രോമാഞ്ചം ഉണ്ടാവണു, മനസ്സ് ഏകാഗ്രമായിട്ട് മാറണു. തപസ്സിന്റെയും ജ്ഞാനത്തിന്റെയും എല്ലാം പ്രയോജനമായി പറയുന്ന ആ ഏകാഗ്രതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നാണ് ഏത്? ഈ ഭക്തി യോഗം എന്നുള്ളത്. മൂക്കും ഒക്കെ പൊത്തിപ്പിടിച്ച പ്രാണായാമം ചെയ്യാൻ പറയുന്നു. എത്ര ബുദ്ധിമുട്ടാ അല്ലെ? യാഗാദികൾ ചെയ്യണച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനേക്കാളൊക്കെ എളുപ്പം നമ്മളോട് എല്ലാവരും പറഞ്ഞു, നാമം ചൊല്ലിക്കോളൂ. പാഠം ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. വാതാലയേശന്റെ പൊന്നു തിരുമേനി പാദാദികേ ശാന്തം ചിന്ത ചെയ്ത് നമ്മളും പാടി നാമം ചൊല്ലി. എന്താ ആനന്ദ കിട്ടിയ? ഒന്നും കിട്ടിയില്ല. അപ്പൊ പറഞ്ഞു, അങ്ങനെ നാമം ചൊല്ലിയാ പോരാ, വാതാലയേശന്റെ പൊന്നു തിരുമേനി പാദാദികേ ശാന്തം ചിന്ത ചെയ്ത് ചിന്തിക്കണം. അപ്പൊ ചിന്തിച്ചുകൊണ്ട് ആ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ദാ ഭഗവാനെ ഇതിലേക്ക് എത്തിച്ചേരാനുള്ളതായ മാർഗങ്ങള് ആദ്യം പറഞ്ഞു. അടക്കമില്ലാത്തവന് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അടക്കണ്ടാവണം. അതിനു വേണ്ടിയിട്ട് യമനിയമങ്ങളെ പറഞ്ഞു തന്നു. പിന്നെ പ്രാണായാമം, പൂരകം, കുംഭകം, രേചകം എന്നുള്ളതായ 3 മാതൃകകളിലൂടെ ആ പ്രാണന്റെ ആയാമം, ഈ പ്രാണന്റെ നിയന്ത്രണം എങ്ങനെ വേണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ പ്രാണായാമം കഴിഞ്ഞു. പിന്നെ പ്രത്യാഹാരം. പ്രത്യാഹാരച്ചാൽ നമുക്കറിയാം എന്താണ്? നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളോട് പറയുന്നത്, മഞ്ഞപ്പട്ടുണ്ട്, നല്ല രസം കേട്ടോ, അപ്പൊ അങ്ങോട്ട് നോക്കേ. അപ്പൊ ഇന്ദ്രിയങ്ങൾ ആരുടെ പ്രേരണ കൊണ്ടാ പോകണേ? മനസ്സിന്റെ പ്രേരണ കൊണ്ടാണ്. മനസ്സോ, ആ മനസ്സ് വിഷയങ്ങളിലേക്ക് പോവുക എന്നുള്ളത് അതിന്റെ സ്ഥിരമായിട്ടുള്ള സ്വഭാവമാണ്. അപ്പൊ അതിനെ ഒന്ന് പിടിച്ചു നിർത്തണം. അപ്പൊ എന്ത് വേണം? ബുദ്ധി കൊണ്ട് ഉറപ്പിക്കുക. ഞാൻ അങ്ങോട്ട് പോവില്ല. ബുദ്ധി കൊണ്ട് ഉറപ്പിച്ചാൽ പിന്നെ മനസ്സ് കുറ്റി അടിച്ചു കഴിഞ്ഞാൽ, ആ കയറിട്ട് പശുവിനെ കെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതേപോലെ ആ നിയന്ത്രണം ബുദ്ധി അവിടെ കൊണ്ടുവന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് മനസ്സിന് പോവാൻ പറ്റില്ല, ഇന്ദ്രിയങ്ങൾക്ക് പോവാൻ പറ്റില്ല. അപ്പൊ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കണം. അതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. പിന്നെ ഈശ്വരനെ ഭാവന ചെയ്യണം. വേണ്ടാത്തത് ഉപേക്ഷിക്കണം, വേണ്ട സ്വീകരിക്കണം. ആ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ധ്യാനം ശീലയേയ സമതനു സുഖബദ്ധാസനോ നാസികാഗ്രന്യസാക്ഷ സമതനു സുഖബദ്ധാസനോ. സുഖാസനത്തില്, സിദ്ധാസനത്തില് അനവധി ആസനങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളില് ഏറ്റവും അടക്കമുള്ള ഒരു ആസനമായിട്ട് പറയാനാണ് സിദ്ധാസനം എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ആ വൈകാരികത ഉണ്ടാക്കുന്ന പ്രത്യുൽപ്പന്നം, ആ പ്രത്യുൽപ്പന്നത പകരുന്ന ഇന്ദ്രിയത്തിന്റെ മുകളിലും താഴെയും വെച്ചാണ് അമർത്തുകയാണ്.
അതോടുകൂടിയുള്ള ആ വികാരങ്ങളെ ഇനി പുറത്തേക്ക് പോവില്ല. ഈ ഒരു ശീലമാണ് സിദ്ധാസനം. അതുകൊണ്ടാണ് അതിനെ ഏറ്റവും ഗോപ്യമായ ആസനം എന്നും ഏറ്റവും ശ്രേഷ്ഠമായ ആസനം എന്നൊക്കെ പറയണത്. അപ്പൊ അങ്ങനെ പറയുമ്പോ സമറനു സുഖബദ്ധാസന, ഇവിടെ പറയുന്നു സ്ഥിര സുഖം ആസനം. എങ്ങനെ ഇരുന്നാലാണോ ധ്യാനിക്കാൻ പറ്റുക, അതാണ് ആസനം. അപ്പൊ അത് കഴിഞ്ഞു. ആ ആസനം കഴിഞ്ഞിട്ട് ധ്യാനത്തിലേക്ക് എത്തിച്ചേരാൻ പറയാണ്. അപ്പോ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് പറയണു നാസികാഗ്രന്യസ്താക്ഷ, നാസികയുടെ മൂക്കിന്റെ അറ്റത്തേക്ക് ഈ കണ്ണുകൊണ്ട് ചെല്ലണം. മൂക്കിന്റെ അറ്റം എന്ന് പറഞ്ഞാ ഇതാണോ അത് ഇവിടെയാണോ? അപ്പൊ ഇത് മൂക്കിന്റെ അറ്റല്ലേ? ഈ ഭ്രൂമധ്യത്തിനൊക്കെ തുടങ്ങണേ. നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് ഇവിടെ അല്ലേ? നമ്മളെ പോലെ ഉള്ളവർക്ക് ഇവിടെ തന്നെയാണ്. കാരണം ശരീരത്തിന്റെ ഏറ്റവും അകലെയുള്ള അംഗമാണ് മൂക്ക്. അപ്പൊ ഏറ്റവും വേറിട്ടുമല്ല, ആ അറ്റത്ത് നാസികാഗ്രന്യസ്താക്ഷ, ആ കണ്ണുകൊണ്ട് ഈ മൂക്കിന്റെ അറ്റത്ത് ഇതാ ധ്യാനിച്ച ഈശ്വരനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോയി എവിടേക്ക് എത്തി? ഭ്രൂമധ്യത്തിലേക്ക് എത്തി. അപ്പൊ ആ ചക്രത്തിലൂടെ പിന്നെ സഹസ്രാര തത്വം കിടത്തി മുക്തിയിലേക്ക് പോവാൻ യോഗിമാര് പോകുന്ന വഴി അത് തന്നെയാണ്. അപ്പൊ ആ യോഗത്തിന്റെ മാർഗങ്ങളെ ഇതാ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവത് സ്വരൂപത്തെ, അതിന്റെ ഏറ്റവും മനോഹാരിതയെ വർണ്ണിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ആ രംഗത്തെ അവിടെ വർണ്ണിക്കുന്നത്. എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ ഉൾക്കൊള്ളേണ്ടത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഗോപി പറയുകയാണ്, അല്ലയോ ഗോപി, എനിക്ക് പാട്ടും ഇതൊക്കെ അല്ലെങ്കിൽ നല്ലോണം പഠിപ്പും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ സംശയമൊന്നുമില്ല കൃഷ്ണനെ കുറിച്ച് ഒരു മഹാകാവ്യം എഴുതിയേനെ. അപ്പൊ മറ്റൊരു ഗോപി പറഞ്ഞു, എനിക്കിതൊന്നും ഇല്ല, എങ്കിലും കൃഷ്ണനെ കുറിച്ച് പാടാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണ്? ശ്രീമുഖം നോക്കിയേ നിന്നാൽ, ആ ശ്രീമുഖം കാണുമ്പോ എന്താണ്? ചന്ദ്രനെ നമ്മുടെ മനസ്സിൽ ഇതാ കാണാൻ സാധിക്കും. നിൻമുഖം ചന്ദ്രനെ പോലെ, ഉപമാലങ്കാരം. മുറ്റിത്തഴച്ചിരുണ്ടുള്ള കുനുകുന്തള കാന്തിയം, കസ്തൂരി തിലകത്തിനു മഴകേറ്റിയ നെറ്റിയം, പൂവില്ലിൻ പുകൾ പോക്കുന്ന പുരികത്തിന്റെ ഭംഗിയും, കരിമീനങ്ങളോടൊത്ത കാതോളം നീണ്ട കൺകളും, തിരുനാസികതൻ ചേലും അധരത്തിന്റെ ശോഭയും, കിളിർക്കും കിക്കിരിപ്പല്ലിൻ കീർത്തി നേർക്കിരണങ്ങളും, തന്മയിൽ പൂവിടും കൊച്ചു ചെന്തളിർ ചരണങ്ങളും. ഈ രീതിയിൽ തന്റെ മേത്ത് വയ്ക്കുന്ന ആ ഉണ്ണിയുടെ പിഞ്ചു പാദങ്ങളെ ഇതാ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ആ ഈശ്വര സ്വരൂപം സർവാംഗേഷ്വംഗ രംഗൽ കുതുകമതിമുഹുർധാരയൻ ഈശചിത്തം. എല്ലാത്തിലും ഒരു ആനന്ദം. കുട്ടികള് തന്റെ വെയിലത്ത് നിഴല് കണ്ട് അത് പിടിച്ച് പറക്കാൻ വേണ്ടി മാന്തുന്ന തരത്തില് ചിത്രം ഭഗവാന്റെ കാണിച്ചു തരുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ആ കുട്ടിയായിട്ട് വളർന്നു വരുന്ന ആ അവസ്ഥയിലുമെല്ലാം ഈശ്വരനിൽ നിന്ന് വേറിട്ട മറ്റൊന്നുമില്ല എന്നുള്ള ആ ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടണം. ഇവിടെ വേറൊന്നുമില്ല. ആദ്യം ധ്യാനണ്ട, ധ്യേയമായ ഈശ്വര സ്വരൂപണ്ട, ധ്യാനിക്കണം ഞാനുണ്ട്. ഇത് മൂന്നും ക്രമേണ ഇല്ലാതെ കണ്ടായി. ഗോവർദ്ധനമതും ഗോവത്സരം ഗോപബാലരും ഗോക്കളും ഇന്നിതാ ഞങ്ങളെ ചിന്ത ചെയ്യിക്കുന്നു നന്ദതനൂജനെ പിന്നെയും പിന്നെയും. ഇതെല്ലാം എന്നെ കാണിക്കണു എന്ന് പറഞ്ഞതായ ആ ഗോപി രാസോത്സവ മണ്ഡപത്തില് ഗോപിമാരെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയാ കൃഷ്ണൻ, എവിടെയാ കൃഷ്ണൻ എന്ന് ചോദിച്ചപ്പോ ആ ഗോപി പറഞ്ഞു, കൃഷ്ണോഹം കൃഷ്ണോഹം പശ്യത ഗതിം, കൃഷ്ണോഹം പശ്യത ഗതിം. ഞാനാണ് ആ കൃഷ്ണൻ എന്ന് ഭാവന ചെയ്യാൻ, അനുഭവിക്കാൻ ആ ഗോപികമാർക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ, ആദ്യം ഭഗവാനെ വേറിട്ട നന്ദഗോപരുടെയും യശോദയുടെയും ഉണ്ണിയായിട്ട് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ അല്ല, ഇത് ഞങ്ങളുടെ ഉണ്ണിയായിട്ട് കണ്ടു.
കുറച്ചു കഴിഞ്ഞപ്പോ ആ ഉണ്ണിയുടെ ദാസിമാരാണ് ഞങ്ങളെ എന്ന് ഭാവന ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ കൃഷ്ണൻ തന്നെയാണ് താൻ എന്നുള്ള ഭാവനയിലേക്ക്. അപ്പൊ ധ്യാനത്തിന്റെ ഈ 4 അവസ്ഥകള് ചൂണ്ടിക്കാണിച്ച് നേരത്തെ പറഞ്ഞുല്ലോ, ജ്ഞാനായ ആ ആനന്ദ അനുഭവമാണ് ജീവിതത്തില് ഓരോരുത്തർക്കും നേടിയെടുക്കേണ്ടതായ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്. ത്വാമേവ അനന്തപൂർണം ത്വൽ സംപ്രാപ്തൗ ത്വാമേവ അനന്തപൂർണം പവനപുരപദേ പാഹി മാം സർവതാപാൽ. ഗുരുവായൂരപ്പ, അങ്ങയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെന്താണ് വേണ്ടത്? അപ്പോ ഏറ്റവും കാമതമായിരിക്കുന്ന സൗന്ദര്യോത്തരതോപി സുന്ദരതരം ആശ്ചര്യതോപി ആശ്ചര്യം കാന്തിനിധാനതോപി കാന്തം മധുരം മാധുര്യധുര്യാദവി. ഇങ്ങനെ ഏത് ഭാവങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നതായ ആ ആനന്ദ സ്വരൂപനിലേക്ക് എത്തിച്ചേരാൻ മനസ്സിനെ പാകപ്പെടുത്തി ഇന്ദ്രിയങ്ങളെ അടക്കി ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നാൽ അതിനെയാണ് ധ്യാന യോഗം എന്ന് പറയുന്നത്. യോഗം കൂടി ചേരില്ല. ധ്യാനിക്കേണ്ടതായ ആ സ്വരൂപത്തെ ഇതാ ഹൃദയത്തിൽ കണ്ട് ക്രമേണ ആ ഹൃദയവും ഇത് ഒന്നുമില്ല, ആ സ്വരൂപം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാവനയിലേക്ക് ഭട്ടതിരിപ്പാട് കുറച്ചു നേരം ശ്ലോകമൊന്നും ചെല്ലാണ്ട് ഇരുന്നോന്നറിയില്ല. അതുകൊണ്ട് സ്വാമീവ ആനന്ദപൂർണം, ആനന്ദപൂർണനായിട്ട് എല്ലാം മറന്ന് പഠന്തോ നാമാനി പ്രമദഭര സിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഹ ചരന്തി. അങ്ങനെ ലോകത്തിൽ സഞ്ചരിക്കുന്നതായ നാരദാദി മുനീശ്വരന്മാരുടെ ഭാവത്തിലേക്ക് ഉയർന്നുകൊണ്ട് പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. അങ്ങനെ ഭക്തിയിൽ ഈശ്വരനെ ആരാധിക്കുമ്പോ അണിമാതി സിദ്ധികൾ ചിലപ്പോ കിട്ടിയെന്ന് വരാം. ഇതിനൊന്നും ഞാൻ ബഹുമാനം കൊടുക്കണില്ല, എനിക്ക് ഉറക്ക ജപിക്കാൻ പറ്റില്ല, മറ്റേയാൾക്ക് പറ്റുള്ളൂ, അത് കേൾക്കണില്ല. ആ നാമത്തിന്റെ ഒപ്പം ആ സ്വാദ് അനുഭവിച്ചുകൊണ്ട് നാമിയായ കൃഷ്ണനെ ഹൃദയത്തിൽ സങ്കല്പിച്ചുകൊണ്ട് നാമിയായ ആ ശ്രീരാമചന്ദ്ര സ്വാമിയെ സൂർദാസ തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികൾ ആനന്ദത്തോടുകൂടി അനുഭവിച്ചതുപോലെ എന്നിലേക്കുള്ളതായ കാമം ഇല്ലേ, പാമ്പിനെ പിടിച്ചും ശവശരീരം പിടിച്ചും എന്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നതായ ഈ കാമം എന്തുകൊണ്ട് ഗുരുവായൂരപ്പന്റെ നേർക്കാക്കിക്കൂടാ എന്ന് ചോദിച്ച ചിന്താമണിയെ വീണ് നമസ്കരിച്ച മുക്തിയുടെ സോപാനത്തിലേക്ക് കുതിച്ച ആ ലീലാശുകനെ പോലെ ഹൃദയത്തിൽ ആ ഭഗവത് സ്വരൂപത്തെ കണ്ടും ചിന്തകളില് ആ ഭഗവത് സ്വരൂപത്തിന്റെ ലീലകൾ ആസ്വദിച്ചുകൊണ്ടും ഇതാ ആനന്ദം അനുഭവിക്കാൻ സാധിക്കണേ. കാരണം ഈ ആനന്ദം മറ്റൊന്നും കിട്ടില്ല ഗുരുവായൂരപ്പ. സ്വാമേവ ആനന്ദപൂർണം, മറ്റൊന്നില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതുകൊണ്ട് പവനപുരപതേ പാഹി മാം സർവതാപാൽ. താപം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കിട്ടാത്ത അവസ്ഥ. അപ്പൊ ആ കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് ഗുരുവായൂരപ്പ കണ്ണു തുറന്നാലും കണ്ണടച്ചാലും ആ പാലാഴിയിലുള്ളതായ മീനുകള് പാലാഴിയെ തന്നെ ആസ്വദിക്കുന്നത് പോലെ എവിടെയും ആ നാമത്തിന്റെ രസം ആസ്വദിക്കാൻ സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്യാനത്തിന്റെ ആ പരാകാഷ്ഠ നമുക്ക് ഭട്ടതിരിപ്പാട് കാണിച്ചു തരുന്നത്. നമ്മൾ കണ്ണടച്ചിരിക്കുന്നുണ്ട് ഇല്ലേ, കുറച്ചു കഴിഞ്ഞാൽ ഉറക്കുണ്ടാവും. ഇവിടെയാണ് ഈ പ്രശ്നങ്ങള്. യോഗത്തിന്റെ ഇതിൽ പറയുന്ന അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഈ 5 ഉപദ്രവ സാധനങ്ങളുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ലയം, നിദ്ര തുടങ്ങിയിട്ടുള്ളതിനൊക്കെ വേറെ പറയുന്നുണ്ട് ഈ ധ്യാനത്തിന്റെ തടസ്സങ്ങളായിട്ടുള്ളത്. എന്തായാലും അവിദ്യ, അസ്മിതം, രാഗം, ദ്വേഷം, അഭിനിവേശം, ഈ പറഞ്ഞ 5
ദോഷങ്ങളെ കളഞ്ഞാൽ 5 വൃത്തികളിലേക്ക് ഇതിലേക്കൊക്കെ പോകുന്നതായ അല്ലെ ഗുരുവായൂരപ്പന്റെ ഏതാങ്ക നല്ലത്? നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാ? ഏറ്റവും ഇഷ്ടമായത്? എന്നാലും അത് ഭട്ടതിരിപ്പാട് തന്നെ പറഞ്ഞില്ലേ, എന്താണ്? മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം. അപ്പൊ ഊരു ചാരൂത്ത ഓരു. കുറച്ച് കഴിഞ്ഞപ്പോ മുട്ടാണ്, അല്ലാത്ത ഒടയാണ്, ഓരോന്നും ഭംഗിയാണ്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഭംഗിയിലേക്ക് വേറിട്ട് വേണ്ട, ഒന്നായ നന്നായി അല്ലെ എന്ന് പറഞ്ഞ ആ ഒന്നിലേക്കുള്ളതായ പ്രയാണാണ് തിരുമണിയായി ആ ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്ന ആ ആനന്ദം ഒന്നായി നമുക്ക് ഇന്ദ്രിയങ്ങൾ പലതാവാതെ കണ്ട് ഒന്നായി ആസ്വദിക്കാൻ ഈ ധ്യാനം ശീലിക്കണം. ആ ധ്യാനത്തിലൂടെ ആനന്ദത്തിന്റെ പരാകാഷ്ഠയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി ഗുരുകാരണവന്മാരും ശ്രീരാമചന്ദ്ര സ്വാമിയെ നമ്മളെ കൈപിടിച്ച് കൊണ്ടു നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ മുഴുവനും നാരായണീയ സ്വരൂപിയായ ഭാഗവത സ്വരൂപിയായ ഗുരുവായൂരപ്പന്റെയും സജ്ജനങ്ങളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാൽക്കൽ വച്ചു പ്രസംഗിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എന്തായാലും നമ്മുടെ നാരായണീയ അതിൻ്റെതായ പരമോന്നതമായ ലക്ഷ്യത്തിലേക്ക്, അതായത് ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കും കഴിയുമ്പോൾ ഇനി അടുത്തൊരു സത്രം വരെ എന്നുള്ളതല്ല, ജീവിതാവസാനം വരെ ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഉള്ള